മകരം രാശിക്കാരുടെ ശത്രു ആരാണ്? ആ ശത്രുവിനാൽ എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാകുമോ? ആ ശത്രുവിനെ ജയിക്കുവാനുള്ള ഒരു രഹസ്യം അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. അത് നിങ്ങളുടേതായ രാശിപ്രകാരമായ ഗ്രഹങ്ങൾ തന്നെയാണ് അതിനുള്ള കാരണവും സൃഷ്ടിച്ച് നൽകുന്നത്. അതായത് നന്മകൾ ചെയ്യാനായിട്ട് ഒരു ഭാവം ആയിട്ടുള്ള ഗ്രഹമുണ്ടെങ്കിൽ ദോഷം ചെയ്യുവാനായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ജാതകത്തിൽ 6, 8, 12 എന്നീ ഭാവങ്ങളൊക്കെ തന്നെ എപ്പോഴും മോശകരമായ പല സാഹചര്യങ്ങളും സൃഷ്ടിക്കും. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ നല്ല രാജയോഗപരമായ ജീവിതവും ചിലർക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. മകരം രാശി ശനി ഭഗവാന്റേതായ രാശി ആണ്, സ്വന്തം വീടാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരുടേതായ സ്വന്തം കാര്യങ്ങൾ നോക്കി എൻ്റെ കാര്യമായി എൻ്റെ പാടായി എന്ന് നോക്കി പോകുന്നവർ തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെ ചിന്തിച്ചു പോയാൽ പോലും ഇവർക്ക് ശത്രു പിന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. 6-ാം ഭാവം എന്ന് പറയുന്നത് തന്നെ ഋണ രോഗ ശത്രുസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രഹത്തിൻ്റെതായ ഇടത്തിൽ 6-ാം ഭാവമായി വരുന്ന ഗ്രഹം ഏതാണോ അതിനനുസരിച്ചുള്ള ഒരു ഫലമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ കണക്കാക്കപ്പെടുമ്പോൾ 6-ാം ഭാവമായിട്ട് വരുന്നത് മിഥുനം രാശിയാണ്. ഇപ്പോൾ മിഥുനം രാശിയുടെ ആധിപത്യം ബുധനാണ്. അപ്പോൾ 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് വന്നാലും 9-ാം ഭാവത്തിൽ കന്നി രാശിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം മിത്രമായി ഭാഗ്യാധിപതിയുമായി മാറുകയും ചെയ്യും. അറിവും ബുദ്ധിയുമൊക്കെ കൊണ്ട് നല്ല രീതിയിൽ മുന്നേറ്റങ്ങളൊക്കെ നേടിപ്പോകാനായിട്ട് ബുധൻ വളരെ അധികം സഹായിക്കുകയും ചെയ്യും. എന്നാൽ അതേ ഇടത്ത് തന്നെ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നോ അവരെ കൊണ്ട് തന്നെ ശത്രുതാ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും ഈ ബുധൻ. അതായത് ഒരു സുഹൃത്തിന് ഒരു നന്മ ചെയ്തു എന്ന് വയ്ക്കട്ടെ, ബുദ്ധിപരമായ നല്ല മാനസികമായ ഒരു രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതേ സുഹൃത്തിനെ തന്നെ ശത്രുസ്ഥാനത്ത് കൊണ്ടുവന്ന് നമ്മളെ ചോദ്യം ചെയ്യിപ്പിക്കുകയും ചെയ്യും. കുടുംബസ്ഥാനത്തും ഇത് തന്നെയാണ്. കുടുംബത്തിലുള്ളവർക്കൊക്കെ നന്മകളൊക്കെ ചെയ്യാനായിട്ട് ഒക്കെ പ്രാപ്തമാക്കി കൊണ്ടുവന്നിട്ട് അതേ ഇടത്ത് അവരെ കൊണ്ട് തന്നെ നമ്മളെ മോശമായി ചിത്രീകരിക്കുകയും വളരെയധികം ക്ലേശകരമായി പോകുന്ന രീതിയിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുന്നതും ഈ ബുധൻ തന്നെയാണ്. അതായത് ശത്രുസ്ഥാനത്തേക്ക് വരുന്നത് മകയിര നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, അതുപോലെ ഉണർന്ന നക്ഷത്രം എന്നിങ്ങനെ 3 നക്ഷത്രങ്ങളാണ് ഈ ശത്രുഭാവത്തിലുള്ള നക്ഷത്രങ്ങളായിട്ട് വരുന്നത്. മിഥുനം രാശിക്കുള്ളിൽ തന്നെ ഉള്ള തിരുവാതിര നക്ഷത്രം രാഹു ഭഗവാന്റേതായ നക്ഷത്രമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ രാഹുവിൻ്റെതായ ആധിപത്യം പല ഇടങ്ങളിലും ഇവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരികയും എന്നാൽ അത് ഒരു വിധത്തിൽ അവർക്ക് നല്ല രീതിയിൽ തിരിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവരുവാനായിട്ട് സഹായകരമാകുകയും ചെയ്യും. ഇതേ രാഹു പാതകമായ ഏതെങ്കിലും ഒരു നിലയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൃഷ്ടി പതിപ്പിക്കുന്ന സാഹചര്യമാണെങ്കിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇവർക്ക് വന്നെത്തിയാൽ അതിൽ നിന്നും മീട്ട് തിരിച്ചു വരുവാനായിട്ട് വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അതായത് അവസാന ശ്വാസം വരെ പോരാടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇവർക്ക് വന്നു ചേരും. ഇത് കുടുംബപരമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെയും വളരെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വിള്ളലുകൾ വരുത്തുന്ന സാഹചര്യം, സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലും അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം, പാർട്ട്ണർഷിപ്പ് തൊഴിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ധനപരമായ രീതിയിലുള്ള നഷ്ടം പോരാഞ്ഞിട്ട് മാനഹാനിയും ഒക്കെ വന്നെത്തുകയും ചെയ്യും. പലപ്പോഴും ഞാനായി എൻ്റെ പാടായി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഇവർക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ശത്രുക്കളൊക്കെ വന്നു ചേരുന്നത്. രാഹു ഇത്തരത്തിലുള്ള അവസ്ഥകൾ ധാരാളം സൃഷ്ടിക്കും. ദൃഷ്ടിയിലൂടെയാണെങ്കിൽ ശരി, നമ്മുടെ രാശിക്കുള്ളിലാണെങ്കിൽ ശരി, നമുക്ക് ദശ നടക്കുന്ന സമയമാണെങ്കിലോ അല്ലെങ്കിൽ അപഹാരമായി വരുന്ന സമയത്തോ ഒക്കെയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ധാരാളം സംഭവിക്കും. ധനപരമായ കാര്യത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നവരൊക്കെ ഉണ്ടാവും. വസ്തുക്കളിലൊക്കെ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് പോയി ചാടുന്ന ഒരു സാഹചര്യവും, അതുപോലെ എന്തെങ്കിലും മറ്റുള്ള ചിട്ടി പോലുള്ള എന്തെങ്കിലുമൊക്കെ കമ്മീഷൻ ഏജൻസി പോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് 100% ഇത്തരം പറയുന്ന അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ വന്നെത്തും. അതായത് ആർക്കൊക്കെ ഉപകാരം ചെയ്യുവാനായിട്ട് ഇറങ്ങിയോ അവരൊക്കെ തന്നെ തിരിച്ച് പ്രശ്നകാരകത്വമായി വന്ന് അതിൻ്റെ ബാധ്യതകളൊക്കെ സ്വയം ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അപ്പോൾ പൊതുവായിട്ട് നോക്കുമ്പോൾ ഇവിടെ രാഹു പരിപൂർണമായ ഒരു ശത്രുവായിട്ടാണ് മാറുന്നത്.
അതിന് 6ാം ഭാവാധിപതി ആയിട്ടുള്ള ബുധനും ഇതുപോലെ നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ ബുദ്ധിയെ മറച്ചു നിർത്തുന്ന സാഹചര്യങ്ങളും ഇത്തരം കാരണങ്ങൾക്ക് വളരെയധികം താല്പര്യത്തെ ഉണ്ടാക്കുകയും അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ട് ആരെങ്കിലുമൊക്കെ ഇവർ തൊഴിലിനൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ വരും. നല്ല ജോലിയൊക്കെ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകും. അവർ തന്നെ ഇവർക്ക് പാരയായി വരും. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും അവർക്ക് ഇവർ ചെയ്യുന്ന നന്മകൾക്ക് പ്രാപ്തമായി വരുന്നത് ശത്രുക്കളായിട്ട് തന്നെ ഇവർ കൈകൊടുത്ത ആൾക്കാർ തന്നെയായിരിക്കും. അതുപോലെ ചൊവ്വ 11ാം ഭാവാധിപതിയായി പാതകാധിപത്യമായ നിലയിലായിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ ഭൂമി സംബന്ധപ്പെട്ട ഇടങ്ങളിൽ നല്ല ശത്രുക്കൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ പണം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇന്നടത്തൊരു സ്ഥലമുണ്ട് എന്ന് കാട്ടിക്കൊടുക്കുകയോ ഒക്കെ ചെയ്താലും ഇവർക്ക് വിനയായിട്ട് തന്നെയായിരിക്കും മാറുക. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവിടെ കൊണ്ട് പണം മുടക്കിയത് എന്ന് പറഞ്ഞ് അകാരണമായ ശത്രുത ഉണ്ടാക്കിയെടുക്കും ചൊവ്വ. അതായത് പുറത്തോട്ട് ഇറങ്ങാൻ പോലും ഭയപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ആർക്കും നന്മകളൊന്നും ചിന്തിച്ച് ഒരു കാര്യത്തിലും തലയിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നല്ലത് തന്നെയാണ് ചിന്തിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്നു എന്നുള്ള കാര്യം ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ മറ്റാരുടെയെങ്കിലുമൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയാളെ അറിയാം, ഇയാളെ അറിയാം, അങ്ങനെ ഉള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് വീമ്പിളാക്കി അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരകത്വമായി മാറുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അതായത് സ്വന്തം കുടുംബത്തിൽ നിന്നും പല കാര്യങ്ങളുമൊക്കെ മറച്ചു വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പല നന്മകളുമൊക്കെ ചെയ്യാൻ പോയിട്ട് സ്വന്തം കുടുംബത്തെയും രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം, ആ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നുള്ള ഒരു ചിന്താഗതിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ എപ്പോഴും നിങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളൊന്നും തന്നെ കുടുംബത്തിനുള്ളിൽ പാടുള്ളതല്ല. നിങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ സത്യസന്ധമായ രീതിയിൽ കുടുംബ ബന്ധങ്ങളുമായിട്ട് മുന്നിലേക്ക് പോയാൽ സർവ്വകാര്യ വിജയത്തോടു കൂടി നല്ല രീതിയിൽ ജീവിക്കുവാനും കഴിയും. പക്ഷേ ഇവിടെ രഹസ്യങ്ങളൊക്കെ ഒരുപാട് സൂക്ഷിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി സ്വന്തം കുടുംബം പോലും നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യത്തിലേക്കും നിങ്ങൾ തന്നെയാണ് കാരണമായി വരുന്നത്. അതിന് രാഹുവും ബുധൻ്റേതായ സാന്നിധ്യവും, അതായത് ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും കാരകത്വമുള്ള ഗ്രഹം അവിടെ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യുന്നില്ല. നിങ്ങളുടേതായ ബുദ്ധിയെയും വിവേകത്തെയും മരവിപ്പിച്ച് രാഹുവിൻ്റെ ചിന്താഗതിയായ ഡബിൾ മൈൻഡ് ആയിരിക്കും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരിക. അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ആദ്യഘട്ടത്തിൽ ചെന്നൊക്കെ ഭൂമി സംബന്ധപ്പെട്ട കാര്യത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് ഇടപെടുമ്പോൾ നമുക്ക് അനുകൂലമായ ഭയങ്കരപ്പെട്ട നല്ല ഒരു മുന്നേറ്റത്തിൻ്റെ വഴിയായിരിക്കും തുറന്നു തരിക. പിന്നീട് അത് ചെന്ന് നിൽക്കുക പോലീസ് കേസ്, കോടതിയൊക്കെ അങ്ങനെയൊക്കെയുള്ള വഴക്കുകളും പ്രശ്നങ്ങളും തമ്മിൽ തല്ല് ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ചെന്ന് നിർത്തി അതിൽ നിന്ന് എങ്ങനെയാണ് കരകയറേണ്ടതെന്നുള്ള ചിന്ത പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഏറ്റവും ഒടുവിൽ ആശ്രയമായി വരുന്നത് അവനവൻ്റേതായ വിശ്വാസത്തിലുള്ള ഈശ്വരനാണ്. പക്ഷേ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ദൈവം തന്നെ കൈവിടുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ആശ്രയം ഒരിടത്തും കിട്ടാത്ത ഒരു നിലയായിരിക്കും. അതായത് 6ാം ആധിപത്യമായി വരുന്നിടത്ത് പുണർദ നക്ഷത്രത്തിൻ്റെതായ ഈശ്വരൻ, അതായത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം, ഗുരു എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് പലയിടങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനും അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തെ തുടങ്ങി വയ്ക്കാനുള്ള വഴി കാട്ടിത്തരും. പക്ഷേ അവിടെ മറഞ്ഞിരിക്കുന്ന ശത്രുവായ രാഹു തൊട്ടടുത്ത, അതായത് അതിന് മുകളിലുള്ള ഗ്രഹമായ തിരുവാതിരയുടേതായ ഗ്രഹത്തിന്റെ അധിപൻ രാഹു നിങ്ങൾക്ക് പുറമേ നിന്നും ശത്രുക്കളെ കൊണ്ടുവന്ന് നീ ആരാടാ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യാൻ എന്ന് ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വഴി പരഗതി ഇല്ലാത്ത ഒരു ആളായി മാറിപ്പോകും, അല്ലെങ്കിൽ ആൾക്കാരായി മാറിപ്പോകും. ഇതിൽ ആൺപെൺ വ്യത്യാസങ്ങളൊന്നുമില്ല, രണ്ടുപേർക്കും തുല്യമായ ഒരു ഇടം തന്നെയായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നൽകുക. അതുകൊണ്ട് വേണമെന്ന് വിചാരിച്ച് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ഈശ്വരനെ വണങ്ങുവാനോ ഉള്ള മനസ്സൊന്നും ഇവർക്ക് വരാറില്ല. കാരണം വിളിച്ചാലും വിളി കേൾക്കില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്ത് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ഷേത്രങ്ങൾ, വലിയ വലിയ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ നിങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വണങ്ങുവാനായിട്ടോ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. ഈ വഴി അമ്പലങ്ങൾ പോലെ ഏതെങ്കിലും ഒരു ആൽമരത്തിൻ്റെ മുട്ടിലൊക്കെയുള്ള ഈശ്വരന്മാർ അല്ലെങ്കിൽ ഗണപതി അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളൊക്കെ, ഈ ചെറിയതായിട്ടുള്ള ക്ഷേത്രങ്ങൾ വഴിയോരങ്ങളിലൊക്കെ കാണുന്ന ക്ഷേത്രങ്ങളുണ്ടാവും. അത്തരം ക്ഷേത്രങ്ങളാണ് നിങ്ങൾക്ക് എപ്പോഴും ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് നൽകുക. അപ്പോൾ
ആ ഒരു ക്ഷേത്രം ഇപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ അന്തോണീസ് പുണ്യാളൻ്റെതൊക്കെ ഇതൊക്കെ പലയിടങ്ങളിലുമൊക്കെ കാണാം, പല ഇടങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വഴിയിൽ വച്ചത്, അതുപോലെ മാതാവിൻ്റേതായ ഇതൊക്കെ വഴിയിലൊക്കെ കാണാം. അതുപോലെ തന്നെ മാടൻ തമ്പുരാൻ്റേതായ ഇതൊക്കെ വഴിയിൽ കാണാം. വിഘ്നേശ്വരൻ്റേതായ ഇതൊക്കെ വഴിയിൽ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ആൽമരത്തിൻ്റെ മുട്ടിലൊക്കെ കാണാനായിട്ടൊക്കെ കഴിയും. അതുപോലെ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ചെറിയതായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ഒന്ന് കാണിക്ക അർപ്പിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചു പോയാൽ വലിയ തോതിലുള്ള വിജയമായിരിക്കും നിങ്ങൾക്ക് വന്നെത്തുക. ശുഭം.